ഇത് കേട്ട് പാനിക്കായി ദയവേത് എനിക്ക് പണി മേടിച്ചു തരരുത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനെ ജാഗ്രത വരാൻ അവെയർ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. 3 ഡോട്ട് പോയിന്റുകൾ. അതിലെ ഫസ്റ്റ് ഡോട്ട് പോയിന്റ് എന്ന് പറയുന്നത് ചൈന ഫെർട്ടിലൈസർ എക്സ്പോർട്ട്സ് റെസ്ട്രിക്ട് ചെയ്തു. അതായത് യൂറിയ, ഫോസ്ഫേറ്റ് എന്നുള്ള വളങ്ങളൊക്കെ അത്ര അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട എന്ന് ചൈന തീരുമാനിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇനി ഓൾട്ടർനേറ്റ് സോഴ്സ് കണ്ടുപിടിക്കണം ഈ വളം കിട്ടാൻ വേണ്ടിയിട്ട്. ഹോർമൂസ് സ്ട്രൈറ്റിന്റെ പ്രശ്നം കാരണവും പിന്നെ ചൈനക്ക് അവരുടെ ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ട വളങ്ങൾ സ്റ്റോക്ക് ഔട്ടായി പിന്നെ വില വർധനവൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തൊരു മൂവാണിത്. മാർച്ച് 19 മുതൽ ഈ പറയുന്ന റെസ്ട്രിക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് ശേഷം 40% വർധനവാണ് യൂറിയ പോലുള്ള വളങ്ങൾക്ക് ഉണ്ടായത്. ഇനി ഈ പറഞ്ഞ വളങ്ങളൊന്നും ലഭ്യമല്ലാതായി കഴിഞ്ഞാൽ ലോകം ഫസ്റ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഭക്ഷ്യക്ഷാമമായിരിക്കും. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കുള്ള ഒടുക്കത്തെ വിലകയറ്റവും. ഈ പോയിന്റ് അവിടെ വെച്ചേക്കാം. ഇനി വേറൊരു ഡോട്ടിലേക്ക് പോവാം. അമേരിക്കയിലെ ടെക്സാസിലുള്ള ഓയിൽ റിഫൈനറിയിൽ എക്സ്പ്ലോഷൻ സംഭവിച്ചു. കാരണം വ്യക്തമല്ല എന്നാണ് ഒഫീഷ്യൽസ് പറയുന്നത്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഇറാന്റെ ഒരു കോവേർട്ട് ഓപ്പറേഷൻ ആവാനാ ചാൻസ്. അവരത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് പറ്റിയ വലിയ അടിയാവുമല്ലോ. ഈ റിഫൈനറി പെർ ഡേ 4 ലക്ഷം ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിൽ ആണ് പ്രോസസ് ചെയ്യുന്നത്. അതായത് പെർ ഡേ 2 കോടി ബാരൽസ് യൂസ് ചെയ്യുന്ന അമേരിക്കയുടെ ഒരു റിഫൈനറി ഇപ്പം അടച്ചു. ഇനി ഈ പറഞ്ഞ പോയിന്റും ഇവിടെ വിട്ടേക്കാം. ഇനി മൂന്നാമത്തെ ഡോട്ടിലേക്ക് പോകാം. റഷ്യയുടെ പ്രിമോസ്ക് ഓയിൽ എക്സ്പോർട്ട് ടെർമിനൽ പെർ ഡേ 10 ലക്ഷം ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിൽ കയറ്റി അയക്കുന്ന റഷ്യയുടെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓയിൽ എക്സ്പോർട്ട് ടെർമിനൽ യുക്രൈൻ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തു. ഓൾറെഡി ലോകത്തിലെ പെർ ഡേ 2 കോടി ബാരൽ ക്രൂഡ് ഓയിലും പിന്നെ 1/3 ഫെർട്ടിലൈസറും അയക്കുന്ന ഹോർമൂസ് അടച്ചിട്ട സമയത്താണ് ഈ ചൈന ഫെർട്ടിലൈസർ എക്സ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നതും ടെക്സാസിൽ ഈ റിഫൈനറിയിൽ സ്ഫോടനം സംഭവിക്കുന്നതും പിന്നെ ഈ പറയുന്ന യുക്രൈൻ റഷ്യയുടെ ഈ പ്രിമോസ്ക് ഓയിൽ എക്സ്പോർട്ട് ടെർമിനൽ തകർക്കുന്നതും. ഈ 3 ഡോട്ടുകൾ വല്ലാത്തൊരു ഡേഞ്ചറസ് കോമ്പിനേഷനാണ്. ഇപ്പം ടെക്നിക്കലി നമുക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഇത് ഇപ്പം നിന്നാൽ ഈ സംഭവങ്ങളൊക്കെ ഇതോടുകൂടി അങ്ങോട്ട് നിന്നു പോയാൽ പിന്നെ ഒരു പ്രശ്നമല്ല. ഇതിനി എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിന് മൊത്തമാണ് അതിന്റെ പ്രശ്നം. ഇനി ഇത് കേട്ട് എന്ത് സാധനവും സ്റ്റോക്ക് പൈൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം നമ്മൾ സ്റ്റോക്ക് പൈൽ ചെയ്ത സാധനം തീരുമ്പോഴായിരിക്കും ഇതിന്റെ ഒറിജിനൽ എഫക്റ്റ് വരാൻ പോകുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് കേട്ട് ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തന്നെ സ്റ്റോക്ക് പൈൽ ചെയ്താലും അത് എത്ര കാലം നിലനിൽക്കും, നമുക്ക് എത്ര കാലത്തേക്ക് സ്റ്റോക്ക് പൈൽ ചെയ്യാൻ പറ്റും, അതൊക്കെ തീരുന്ന ഒരു സമയം ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ റിയാലിറ്റി, ഈ പറയുന്ന എനർജി ക്രൈസിസ് അടിക്കാൻ പോകുന്നത്. പ്രൊവൈഡഡ് ഇതൊക്കെ തുടരുകയാണെങ്കിൽ, എസ്കലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇല്ല ഇതൊക്കെ ഇപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ, ലോകം പഴയ പോലെ സമാധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പോകും. ഇതാണ് തുടക്കം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെയെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ഈ ലോകശക്തികളുടെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സംഭവത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ലോജിസ്റ്റിക്കൽ പോയിന്റ്സിൽ, സപ്ലൈ ചെയിൻ്റെ പോയിന്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് ഈ പറയുന്ന പോലെ ആസ്വദിക്കാനുള്ള ഒരു സംഭവമല്ല. അത് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെ സാധാരണക്കാരുടെ അടുത്തേക്കാണ്. നമ്മൾ മുമ്പേ പറയാറുള്ള പോലെ വാർ ഇസ് നോട്ട് കൂൾ, വാർ ഇസ് നോട്ട് സംതിങ് ടു സെലിബ്രേറ്റ്. ലെറ്റ്സ് ഹോപ്പ് പീസ് വിൽ പ്രിവെയിൽ ആൻഡ് വിൽ ഗെറ്റ് ബാക്ക് ടു ദ പീസ്ഫുൾ സിറ്റുവേഷൻ ആസ് ബിഫോർ. ആൻഡ് ഐ റിയലി ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് എനർജി ക്രൈസിസ് വോണ്ട് ബി എ ടേം വിൽ ബി യൂസിങ് ഫ്രീക്വന്റ്ലി. നമ്മൾ ആരും ഇനി എനർജി ക്രൈസിസ് എന്ന വാക്ക് കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.